അഞ്ചാം പ്രമാണം എന്നത് കേവലം മറ്റൊരാളുടെ ജീവൻ എടുക്കാതിരിക്കുക എന്നതല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജീവനെ അത് മറ്റാരുടേതായാലും നമ്മുടേതായാലും സമ്പൂർണ്ണമായി ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ജീവൻ സംരക്ഷിക്കുക എന്നതിന് വിശാലമായ അർത്ഥമാണുള്ളത്. അത് ദുർബലരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും താങ്ങുക എന്നതുകൂടിയാണ്. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും ആരുമില്ലാതെ ഒറ്റപ്പെട്ടവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് നൽകുന്നതും ജീവനെ ബഹുമാനിക്കുന്നതിൻ്റെ യഥാർത്ഥ അടയാളങ്ങളാണ്. നാം ചെയ്യുന്ന ഓരോ കാരുണ്യപ്രവൃത്തിയും ദൈവത്തിൻ്റെ ജീവനുള്ള പ്രതിരൂപങ്ങളെ ആദരിക്കലാണ്. മറ്റുള്ളവരുടെ ജീവനെ പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സ്വന്തം ജീവനും. ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ ദുശീലങ്ങളിലൂടെയും ലഹരിയിലൂടെയും നശിപ്പിക്കാതിരിക്കാൻ നാം കടപ്പെട്ടവരാണ്. ജീവൻ്റെ ഓരോ കണികയിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന ബോധ്യം ഈ നോമ്പുകാലത്ത് നമുക്ക് പുതിയൊരു ആത്മവിശ്വാസവും ഉത്തരവാദിത്ത ബോധവും നൽകണം. ഈ നോമ്പുകാലം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന തിരിച്ചറിവ് ലഹരിയുടെയും ദുശീലങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് കരുത്തു നൽകട്ടെ. ഓരോ ശ്വാസത്തിലും ദൈവത്തിൻ്റെ കരുതലുണ്ടെന്ന തിരിച്ചറിവ് സഹോദരൻ്റെ ജീവന് കാവലാളായും സ്വന്തം ജീവൻ്റെ നല്ല പരിപാലകനായും മാറാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ആത്മീയ ബോധം നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ദൈവമക്കളാക്കി തീർക്കട്ടെ. ആമേൻ.